എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഏരിയ ഓഫ് ആൻ ഇക്വലേറ്ററൽ ട്രയാങ്കിൾ, അതായത് ഒരു സമഭുജ ത്രികോണത്തിൻ്റെ പരപ്പളവ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് നമ്മളിന്ന് ഡീറ്റെയിൽ ആയി നോക്കുന്നത്. എന്താണ് ഒരു ഇക്വലേറ്ററൽ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത? ഒരു ഇക്വലേറ്ററൽ ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നതും സെയിം ആയിരിക്കും അല്ലേ? എങ്ങനെയാണ് ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ സാധിക്കുക? ആ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡും അതോടൊപ്പം തന്നെ ആ സൈഡിൽ നിന്ന് ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലറിൻ്റെ ലെങ്ത് എത്രയാണെന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. അതായത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ട്രയാങ്കിളിൻ്റെ ഏരിയ കിട്ടും. ഇനി ഒരു ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് അറിയില്ലെങ്കിൽ കൂടെയും നമുക്കതിൻ്റെ സൈഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ഏരിയ കണ്ടുപിടിക്കാൻ സാധിക്കും. അതിനുപയോഗിക്കുന്ന ഫോർമുലയാണ് ഹെറോൺസ് ഫോർമുല. എന്താണ് ഹെറോൺസ് ഫോർമുല? റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഇവിടെ എസ് എന്ന് പറയുന്നത് എന്താണ്? ആ ട്രയാങ്കിളിൻ്റെ സെമി പെരിമീറ്റർ ആണ്, അതായത് പെരിമീറ്ററിൻ്റെ പകുതി. എ ബി സി എന്ന് പറയുന്നതാണ് ആ ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സ്. ഇനി ഒരു ഇക്വലേറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് എ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഹെറോൺസ് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം? ആദ്യമായി നമുക്ക് ഈ ട്രയാങ്കിളിൻ്റെ സെമി പെരിമീറ്റർ കണ്ടുപിടിക്കണം അല്ലേ? ഒരു ഇക്വലേറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ് എ ആണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള 2 സൈഡ്സിൻ്റെ മെഷർമെൻറ്റും എന്ത് തന്നെയായിരിക്കും? എ തന്നെയായിരിക്കും അല്ലേ? അപ്പോൾ അതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണ് വരിക? ഈ 3 എ കൂടി കൂട്ടിയതല്ലേ, അതായത് എ പ്ലസ് എ പ്ലസ് എ. ഇനി അതിൻ്റെ സെമി പെരിമീറ്ററോ? ഈ കിട്ടിയ പെരിമീറ്ററിൻ്റെ പകുതി, അതായത് എ പ്ലസ് എ ഡിവൈഡഡ് ബൈ 2, അതായത് 3a/2. അപ്പോൾ സെമി പെരിമീറ്റർ എസ് എന്ന് പറയുന്നത് നമുക്ക് 3a/2 ആയിട്ട് കിട്ടി. ഇനി ഈ ഹെറോൺസ് ഫോർമുലയിൽ, അതായത് റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സിയിൽ എയ്ക്കും ബിക്കും സിക്കും പകരം നമുക്ക് എന്ത് തന്നെ കൊടുക്കാം? എ എന്ന് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി ഇപ്പോൾ എന്തായിട്ടാണ് നമുക്ക് കിട്ടിയത്? റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് എ അല്ലേ? ഇനി എസ്സിന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 3a/2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത് നോക്കാം. ഞാനിവിടെ ഈ ഫോർമുലയിൽ എസ്സിന് പകരം 3a/2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം എന്തായി മാറി ഈ ഫോർമുല? റൂട്ട് ഓഫ് 3a/2 ഇൻറ്റു 3a/2 മൈനസ് എ ഇൻറ്റു 3a/2 മൈനസ് എ ഇൻറ്റു 3a/2 മൈനസ് എ എന്നാണ് നമുക്ക് കിട്ടിയത്. ഇനി ഇതിൽ 3a/2 മൈനസ് എ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ വരുന്നത്? 3a മൈനസ് 2a ഡിവൈഡഡ് ബൈ 2, അതായത് a/2 എന്നാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഏരിയ ഈക്വൽ ടു റൂട്ട് ഓഫ് 3a/2 ഇൻറ്റു a/2 ഇൻറ്റു a/2 ഇൻറ്റു a/2 എന്ന് കിട്ടിയില്ലേ? ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏരിയ ഈക്വൽ ടു റൂട്ട് 3a²/4 എന്നാണ് കിട്ടുന്നത്. അതായത് ഒരു എ സൈഡുള്ള ഇക്വലേറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് റൂട്ട് 3/4a² ആണ്. നമുക്കിനി ഇത് വെച്ചൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കിയാലോ? ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ഇക്വലേറ്ററൽ ട്രയാങ്കിൾ വിത്ത് സൈഡ് 6 cm. ഇവിടെ സൈഡ് എന്ന് പറയുന്നത് 6 cm ആണ്, അതായത് എ എന്ന് പറയുന്നത് നമുക്ക് 6 cm ആയിട്ടാണ് എടുക്കേണ്ടത്. ഇനി ഏരിയ എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് 3/4a² അല്ലേ? അപ്പോൾ ഇവിടെ എക്ക് പകരം 6 cm സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതായത് ഏരിയ ഈക്വൽ ടു റൂട്ട് 3/4 ഇൻറ്റു 6², അതായത് റൂട്ട് 3 ഇൻറ്റു 6 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 4. എത്രയാണ് വരുന്നത്? 9√3. അപ്പോൾ ഈ 6 cm സൈഡുള്ള ഒരു ഇക്വലേറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 9√3² cm ആണ്. അപ്പോൾ ഒരു ഇക്വലേറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാമല്ലോ. എന്തുമാത്രം ചെയ്താൽ മതി? റൂട്ട് 3/4a² എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി അല്ലേ? എല്ലാവർക്കും മനസ്സിലായോ?